ഗുഡ് മോർണിംഗ് സർ. ജോർജ് ഹിയർ. ഗുഡ് മോർണിംഗ് ജോർജ്. എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. സർ വരാം സർ. ഗായിക ശ്യാമയുടെ കൊലപാതക വാർത്തയെക്കുറിച്ച് ഞാൻ അറിഞ്ഞല്ലോ. സർ അറിഞ്ഞു സർ. ഞാൻ ആ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സർ ജനങ്ങളാകെ വയലന്റ് ആണല്ലോ സർ. യെസ്. ശ്യാമയെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നവരുടെ കാര്യത്തിൽ ശ്യാമയുടെ ആരാധകർ പൂർണ്ണമായും തൃപ്തരല്ല. ഈ കൊലപാതകത്തിന് പൂർണ്ണമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ടോട്ടൽ പോലീസ് ഫോഴ്സിന് തന്നെ തോൽവിയായിരിക്കും, ഒപ്പം ഗവൺമെന്റിന്. സർ എനിക്കിതിന് സാധ്യമാകുന്ന ഒരു കാര്യം ജോർജിന്റെ അണ്ടർ കവർ ടീമിന് പൂർണ്ണ സ്വാതന്ത്ര്യം തരിക എന്നുള്ളതാണ്. ദാറ്റ് ഐ വിൽ ഡു. ഏറ്റെടുക്കാൻ പറ്റില്ലേ ഇതെനിക്ക്? ഷുവർ സർ. സർ എന്റെ ടീമിന് എനിക്ക് വിശ്വാസം. ഓക്കെ. സോ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം വെരി സൂൺ. ഓക്കെ, വെരി ഗുഡ്. എന്നാ താൻ ഇങ്ങോട്ട് പോന്നോളൂ. ഓർഡർ ഇവിടെ റെഡിയായിരിക്കും. താങ്ക് യു സർ. ഞാൻ ഉടനെ എത്തിക്കോളാം. ഓക്കെ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. കമാൺ കമാൺ കമാൺ. ഞാൻ ഇത്രയ്ക്ക് പാപിയായിരുന്നു. എത്രയോ കാലം അനാഥയാണെന്നുള്ള വേദന അനുഭവിച്ചതാ. അതിനൊടുവിൽ എന്നെ കാണാൻ വന്നതല്ല എന്റെ അമ്മ. തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോ ഒരുപാട് സ്നേഹിച്ചതല്ലേ ഞാൻ. ഒരു ജന്മത്തിന്റെ കണക്ക് മുഴുവൻ സ്നേഹിച്ചു തീർക്കുന്ന അമ്മ എന്നോട് പറഞ്ഞതാ. എന്നിട്ടും എന്ത് ദൈവം അതിന് അവസരം കൊടുക്കാതിരുന്ന. എന്നെ ജന്മം ഇങ്ങനെയായി പോയത്. ഒരിക്കലും ചിരിക്കാൻ പാടില്ല എന്നുള്ള ദൈവത്തിന്റെ തീരുമാനമാണോ? അവസാനമായിട്ട് ഒന്ന് കാണാൻ എനിക്ക് ആ മുഖം പോലും ബാക്കി വെച്ചില്ലല്ലോ. കത്തിച്ചു കളഞ്ഞില്ല എല്ലാരും കൂടി. അമ്മ നമ്മളോട് രണ്ടാളോട് പറഞ്ഞത് ഓർമ്മയില്ലേ? ഇനി ഒരുപാട് കാലം നമ്മുടെ കൂടെ ജീവിക്കണമെന്ന്. അതിന് സാധിച്ചില്ലല്ലോ. ആർക്കായിരുന്നു വരും അമ്മയോട് ഇത്ര വിരോധം? ആരെന്റെ അമ്മയെ കൊന്നത്? അതിനാണ് സാർ ശ്രമിക്കുന്നത്. രാധികയാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. മുറ്റത്തെ തുളസിക്കു ഇന്നെന്തോ മൗനം, നിഴലുകൾ മാത്രം ബാക്കിയാവുന്നു. നിന്റെ സാമീപ്യം കാലിടറുന്നു. ഓർമ്മകൾ ഒരു പുഴ പോലെ ഒഴുകുന്നു. തളർന്ന മനസ്സിലൊരു തലോടലായി. മരണം മായിക്കാത്ത ആഴമായി സ്നേഹം എന്റെ വഴികളിൽ വിളക്കാകുന്നു. നീ പുതച്ച പുടവയുടെ ഗന്ധം മാഞ്ഞിട്ടില്ല. വാതിൽ തുറക്കുമ്പോൾ നിന്റെ കാൽ പെരുമാറ്റം. പാതിയെരിഞ്ഞ നില
ഹൃദയത്തിൽ ഞാനിപ്പോഴും നിന്നെ തിരയുന്നു. ആദി പറഞ്ഞു നിർത്തിയ സ്വപ്നങ്ങളെ ആരു കേൾക്കുമിനി ശൂന്യതയിൽ, ആരു കേൾക്കും? ഓർമ്മകൾ ഒരു പുഴ പോലെ ഒഴുകുന്നു. അമ്മ അച്ഛനെവിടെ? അച്ഛനെവിടെ അമ്മ? എന്താ മോളെ?